ദിലീപ് കുമാർ കൂടി ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ദിലീപ്, നോക്കൂ, ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത നാണക്കേടിൽ നിൽക്കുന്നു രാജ്യം പാകിസ്ഥാൻ. ഏറ്റവും ഒടുവിൽ കേട്ടത് 5 ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടതിന് തെളിവോടെ ചോദിക്കുമ്പോൾ അവരുടെ പ്രതിരോധ മന്ത്രിയാണ് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ പരിഹാസനായി നിൽക്കുന്നത്. അങ്ങനെ നാണം കെട്ട ഒരു രാജ്യം എന്തും ചെയ്തുകൂടാഴുകയില്ല. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർ പ്രതികരണങ്ങൾ രാജ്യം നോക്കുന്നത് എങ്ങനെയാണ് ദിലീപ്? ഹഷ്മി, ഓപ്പറേഷൻ സിന്ദൂറിന്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ നടുങ്ങിയാണ് വീണ്ടും എഴുന്നേറ്റത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 കാര്യങ്ങളാണ് ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന്, ബലൂചിസ്ഥാൻ മേഖലയിൽ 12 പാക് സൈനികരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയെന്ന വാർത്തയോടുകൂടിയാണ് പാകിസ്ഥാൻ ഇന്ന് എഴുന്നേറ്റത്. അതിനു പിന്നാലെയാണ് ലാഹോർ വിമാനത്താവളത്തിന് സമീപം അവരുടെ സൈനിക വിമാനത്താവളമായ ഓൾട്ടൺ എയർഫീൽഡിന് തൊട്ടരികെ 3 അത്യുഗ്ര സ്ഫോടനങ്ങൾ നടന്നത്. വലിയ ഉഗ്ര സ്ഫോടനങ്ങളാണ് നടന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജനങ്ങൾ പരിഭ്രാന്തരായി ഇറങ്ങി ഓടി. ലാഹോർ വിമാനത്താവളത്തിന് 25 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ വോൾട്ടൺ എയർഫീൽഡ് എന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ തന്ത്രപ്രധാനമായ സൈനിക വിമാനത്താവളമാണ്. അതിന് തൊട്ടരികെയാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. സ്ഫോടനത്തിൽ എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല. ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. സ്ഥലത്തേക്ക് പോലീസും ഫയർഫോഴ്സും എത്തി ആ സ്ഥലം പോലീസ് മുദ്ര വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരെന്നത് സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുമില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ റോയിട്ടേഴ്സ് പോലെയുള്ള രാജ്യാന്തര ഏജൻസികളുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ലാഹോർ, കറാച്ചി, സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ ഇതിനെ തുടർന്ന് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് അടുത്ത 2 ദിവസങ്ങളിലായി വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് ആ രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. 2ാം ദിവസം ഒന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് 12 പാക് പട്ടാളക്കാരെ കൊലപ്പെടുത്തിയതെങ്കിൽ മറ്റ് ഈ തുടർ സ്ഫോടനങ്ങളുടെ പിന്നിൽ ആര് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. പാകിസ്ഥാൻ പോലീസ് പറയുന്നതായി പാക് മാധ്യമങ്ങൾ പറയുന്നത് ഒരു ഡ്രോണിനെ അവിടെ 5-6 അടി പൊക്കമുള്ള ഒരു ഡ്രോണിനെ കണ്ടു. ആ ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. ഡ്രോണിന് പിന്നിൽ ആരെന്നത് പോലും ഇനിയും വ്യക്തമായിട്ടില്ല. പാകിസ്ഥാൻ അതേക്കുറിച്ച് പറയുന്നുമില്ല. അവിടെ പാകിസ്ഥാന്റെ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, വ്യോമ പരിശീലനവും അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അതാണോ ഈ സ്ഫോടനത്തിന് കാരണം എന്നത് സംബന്ധിച്ചും ഇനിയും വ്യക്തമല്ല. അവിടുത്തെ അതൊരു ഡ്രോൺ ആണെങ്കിൽ, അത് പാക് മണ്ണിന് പുറത്തുനിന്ന് ഡ്രോൺ ആണെങ്കിൽ അത് അവരുടെ ലാഹോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളത്തിന് അടുത്ത് വരെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി അവർക്ക് നാണക്കേടാണ് ദിലീപ്. അതുകൊണ്ട് ആ ഡ്രോൺ പുറത്തെ ഡ്രോൺ ആണെങ്കിലും ഇനി സമ്മതിക്കില്ല. ഹാഷ്മി, അത് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിർത്തി കടന്നുള്ള ഈ ഡ്രോൺ എങ്ങനെയാണ് അവിടെ എത്തിയത്? അവരുടെ നിരീക്ഷണ സംവിധാനങ്ങളുടെ പൂർണ്ണമായൊരു പരാജയത്തിലേക്ക് അതവർ സമ്മതിക്കുന്നതിലേക്കൊക്കെ വഴിതെളിക്കില്ല. ഏതായാലും ഇതിനു പിന്നിൽ ആര് എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തമായിട്ടില്ല. അവർ പറയുന്നത് ഒരു വിദൂര നിയന്ത്രിത ഡ്രോണാണ് ഇവിടേക്ക് എത്തിയത് എന്നത് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റേതായ ഒരു ഔദ്യോഗിക പ്രതികരണം ഇനിയും വന്നിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് തുടർച്ചയായി നാണക്കേടിൻ്റെയും ഞെട്ടലിൻ്റെയും ഒരു 2ാമത്തെ ദിവസം എന്ന നിലയിലേക്ക് ഇത് മാറുകയാണ്. ഹാഷ്മി, ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അത് രാജ്യം നമ്മൾ കൊടുത്ത മറുപടിയാണ്. അതിനുശേഷം അവർ എന്തോ തിരിച്ചടിക്കുമെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ പാക് പ്രധാനമന്ത്രി അവർ ദേശീയ അസംബ്ലിയിലൊക്കെ ശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അവരുടെ പൗരന്മാരെ കൂടി സമാധാനിപ്പിക്കാനാകണം. ആ പൗരന്മാരെ സമാധാനിപ്പിക്കാൻ അങ്ങനെ പറയുന്നതാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള അതിസാഹസങ്ങൾക്ക് മുതിർന്നാൽ ഇതിൻ്റെ 10 ഇരട്ടി പ്രഹരത്തിൽ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പൊക്കെ രാജ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും സാഗൂതം രാഷ്ട്രം നോക്കിയിരിക്കുന്നു. നമ്മൾ ജാഗ്രതയിലാണ്.